സാറിന് സമ്മതമാണെങ്കിൽ മോൻ എൻ്റെ കൂടെ നിന്നോട്ടെ സാർ. എനിക്ക് മോനെ കാണാതെ ഒരു ദിവസം പോലും ഇല്ലെന്ന് തനിക്കറിയില്ലേ? ഇവൻ പിന്നെ എൻ്റെ അടുത്ത് വരാൻ വാശി പിടിച്ചാൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവും. മോൻ വാ. അവൻ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ നോക്കിയതും അവൻ ദിയെ കെട്ടിപ്പിടിച്ചു നിന്നു. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. 5-6 ദിവസമല്ലേ, മോൻ എൻ്റെ കൂടെ നിന്നോട്ടെ. എങ്കിലൊക്കെ, മോന് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം, മുകളിൽ മുറിയുണ്ട്. ഏയ് അത് വേണ്ട അങ്കിൾ. എങ്കിൽ പിന്നെ മാരേജിന് വരണം. ശ്രമിക്കാം. അന്ന് എൻ്റെ കെട്ട് കൂടിയവർ തന്നെയാണ് ഹനുവിൻ്റെയും കെട്ടിനുണ്ടാവുന്നത്. ആ കെട്ടിയോൾ വേറൊരുത്തിനെയും മോനെയും കൊണ്ട് അവരുടെ മുന്നിൽ വെച്ച് നടക്കുക എന്ന് വെച്ചാൽ അതിനേക്കാൾ പരം നാണക്കേടുണ്ടോ? ഷാൻ ഉപ്പയെ നോക്കി പിറുപിറുത്തു. അവൾ മോനെയും കൊണ്ട് അങ്ങേറെ കൂടെ യാത്രയാക്കാൻ നിന്നും ഷാൻ നട്സ് പോയ അണ്ണാനെ പോലെ നിന്നു. അല്ലെങ്കിൽ തന്നെ ഒന്നും തനിച്ച് സംസാരിക്കാൻ കിട്ടുന്നില്ല. അപ്പോഴാ ആ കുട്ടിഭൂതം കൂടെ. എന്നാലും ഇവൾ എൻ്റെ ഭാര്യയായിട്ടല്ലേ ഈ നാട്ടിലറിയപ്പെടുന്നത്. ഈ പ്രായമുള്ള കൊച്ചിനെയും കൊണ്ട് ഇവൾ നടന്നാൽ അവൻ്റെ ചിന്തകൾ കാട് കയറാൻ തുടങ്ങി. ഷാനുപ്പാ. ഫോണും നോക്കി ബെഡിൽ കിടന്ന് അവൻ്റെ അടുത്തായി വന്നിരുന്നതും ഷാൻ ചാടി എണ്ണീറ്റ് അവനെ മൊത്തത്തിലൊന്ന് നോക്കി. ഷാനുപ്പയോ? നിന്നോടാരാ എന്നെ അങ്ങനെ വിളിക്കാൻ പറഞ്ഞത്? മമ്മി. അത് കേട്ടതും ഷാൻ ഒന്ന് സൈലൻ്റായി. ഇവനെ സോപ്പിട്ട് നിർത്തുന്നതാണ് നല്ലത്. മോൻ ഇന്ന് ഈ അങ്കിളിൻ്റെ കൂടെ കിടക്കുന്നോ? ഇല്ല, മമ്മി എനിക്ക് കഥ പറഞ്ഞു തരുമല്ലോ. ഞാനും പറഞ്ഞു തരാടാ. എൻ്റെ ജീവിതം തന്നെ അങ്ങ് ഒരു 5-6 ദിവസം പറയാനുണ്ട്. ആണോ? ആ, നീ ഇപ്പം മമ്മിയെന്ന് വിളിച്ച് നടക്കുന്ന അവളില്ലേ, അവളെ ഞാൻ കെട്ടിയപ്പോൾ തുടങ്ങിയതാ. ഈ കഥയിലെ വില്ലനാരാ? അതീ ഞാൻ തന്നെയാ. അപ്പോൾ ഹീറോ? അതാ ഇപ്പം എൻ്റെയും ഡൗട്ട്. നിന്റെ ഡാഡിയെ കണ്ടുമുട്ടിയപ്പോൾ തൊട്ട് തുടങ്ങിയതാ. അതെന്താ? അതങ്ങനെയാ. മോൻ ഈ അങ്കിള് ചോദിച്ചാൽ സത്യം പറയില്ലേ? എന്ത് കാര്യമാ അത്? മോൻ്റെ ഡാഡി ഇല്ലേ? നിന്റെ മമ്മയെ കല്യാണം കഴിച്ചതാണോ? അറിയില്ല. ബാക്കിയെല്ലാം അറിയാം. അറിയേണ്ടതൊട്ടും അറിയേയില്ല. ഷാൻ ആരും വരില്ലെന്ന് ഉറപ്പാക്കി അവൻ്റെ അടുത്ത് ചെന്നിരുന്നു. അത് പോട്ടെ, നീ ഇതെങ്കിലും പറ. നിന്റെ മമ്മിയും ഡാഡിയും ഒരുമിച്ചാണോ കഴിയുന്നേ? അറിയില്ല. അതല്ലടാ, നീ നിന്റെ മമ്മിയുടെ കൂടെയല്ലേ നീ കിടക്കുന്നത്? അപ്പോൾ നിന്റെ ഡാഡിയോ? ശേ, എന്തൊക്കെയാ ഷാൻ ഈ ചോദിക്കുന്നത്? അതും ഇത്തിരി ഇല്ലാത്തൊരു കുഞ്ഞിനോട്. പിന്നിൽ നിന്ന് ദേയുടെ സൗണ്ട് കേട്ടതും ഷാൻ ഞെട്ടി എഴുന്നേറ്റു. അത് ഞാൻ. മോവാ, ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലവാ. അതും പറഞ്ഞ് അവൾ മോനെയും കൊണ്ടുപോയതും ഷാൻ കിളി പോയതുപോലെ നിന്നു. എന്നാലും അവൾ എന്താ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? ഞാൻ വൃത്തികെട്ടനാണെന്നാണോ? കാക്കു, ഞങ്ങൾ പോയിട്ട് വരാം. കാലത്ത് തന്നെ ഹനു എന്ന് പറഞ്ഞതും ഷാൻ എഴുന്നേറ്റിരുന്നു. കൂടെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഡ്രൈവറാക്കാനല്ലേ. അതും പറഞ്ഞ് അവൻ ബാത്റൂമിലേക്ക് നടന്നു. ഇറങ്ങിയപ്പോൾ താഴെ നിന്നും ദിയയുടെ സൗണ്ട് കേൾക്കാം. ഷാൻ താഴേക്ക് തലയിട്ട് നോക്കിയതും ദിയ മോൻ്റെ കൂടെയാണ്. അപ്പം ഇവള് പോയില്ലേ? അവൻ വേഗം മുറിയിൽ ചെന്ന് നന്നായി ഒരുങ്ങി താഴേക്കിറങ്ങി. ഉമ്മ, ചായ. അത് കേട്ടതും അവൾ തല ഉയർത്തി നോക്കി. ഉമ്മ ഇവിടെയില്ല, ഏതോ കുടുംബത്തിൽ കല്യാണം ക്ഷണിക്കാൻ പോയതാ. അപ്പോൾ ഉപ്പയോ? ഉപ്പയും ഹനുവും കൂടെ പോയിട്ടുണ്ട്. അവളുടെ കസിൻസിനെ ക്ഷണിക്കാൻ അവൾ തന്നെ പോകണമെന്ന്. ഓ എന്നും പറഞ്ഞ് ഷാൻ മുന്നിൽ കണ്ട സോഫയിൽ ഇരുന്നതും ദിയ എഴുന്നേറ്റ് കിച്ചണിലേക്ക് നടന്നു. ഷാൻ ആണെങ്കിൽ ആ ഇരുന്ന് കളിക്കുന്ന ലവനെ ഒന്ന് നോക്കി പതിയെ അവളുടെ പിന്നാലെ കിച്ചണിലേക്ക് വിട്ടു. പിന്നിലൊരു ആളനക്കം കണ്ടതും ദിയ ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. എന്താ? അത് ചായ. അതുണ്ടാക്കിയാൽ കൊണ്ടുവരും, അവിടെ ഇരുന്നാൽ മതി. നീ ഉണ്ടാക്കിക്കോ. അവളൊന്നും മിണ്ടാതെ അവനെ തുറിച്ചു നോക്കി ചായ ഉണ്ടാക്കാൻ തുടങ്ങി. നീ എന്താ ഇതിനെ പറഞ്ഞത്? എന്നെ വിശ്വസിക്കാൻ കൊള്ളുന്നോ? 3 മാസത്തോളം നീ എൻ്റെ കൂടെ എൻ്റെ മുറിയിലുണ്ടായിരുന്നില്ലേ? എന്നിട്ട് ഞാൻ എന്തെങ്കിലും അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടോ നിന്നോട്? അതിന് ഞാൻ അവസരം തന്നിട്ടില്ലല്ലോ, അതുകൊണ്ടല്ലേ. അവൾ തിരിഞ്ഞു നോക്കാതെ തന്നെ മറുപടി കൊടുത്തു. എങ്കിൽ ഇപ്പോൾ നീയായിട്ട് അവസരം തന്നിരിക്കുക. ഇവിടെ ഇപ്പോൾ ഞാനും നീയും മാത്രമേ ഉള്ളൂ. പ്രതികരണമൊന്നുമില്ലാത്തത് കണ്ട് അവൻ അവളെ നോക്കിയതും അവൾ ക്യാരറ്റ് അരിയുന്നതാണ് കണ്ടത്. കയ്യിൽ കത്തി കണ്ടതും അവനൊരു ഭയത്തോടെ നിന്നു. മുന്നേ കണ്ട ദേയല്ല ഇവൾ ഇപ്പോൾ. ഇതാ ചായ. ഒരു കൈയിൽ കപ്പും മറുകൈയിൽ കത്തിയുമായി അവൾ അവന് കപ്പ് നീട്ടിയതും അനുസരണയോടെ അവനത് വാങ്ങി. അവൾ ഒരു ചിരിയോടെ തിരിഞ്ഞതും പെട്ടെന്ന് തൻ്റെ വയറിൽ കൂടി അവൻ്റെ കൈ വട്ടം ചുറ്റിയതും അവളുടെ കയ്യിൽ നിന്നും കത്തി താഴേക്ക് വീണു. ഷോക്കടിച്ച പോലെ അവൾ നിന്നതും അവൻ്റെ മുഖം അവളുടെ കഴുത്തിനോടടുത്തു.
ഇപ്പോഴാ നീ എൻ്റെ ആ പഴയ ദിയായത്. ഷാൻ, എന്തി കാണിക്കുന്നേ? എന്നെ വിട്, അവൾ ഒരു പേടിയോടെ പറഞ്ഞു. എങ്കിൽ പറ, നീയും ആ സമീനും എന്താ ബന്ധം? നിന്നെ എന്തായാലും അങ്ങനെ കെട്ടിയിട്ടില്ലെന്ന് എനിക്കറിയാം. ഭർത്താവിനെ കയറിയാൽ സാറിന് വിളിക്കില്ലല്ലോ. അവളുടെ കഴുത്തിലേക്ക് അവൻ്റെ നിശ്വാസം പതിനനുസരിച്ച് അവൾ നിന്ന് വിയർക്കാൻ തുടങ്ങി. ഷൻ പ്ലീസ്, നീ പറയില്ലേ അവനുമായി നിനക്ക് എന്താ ബന്ധമെന്ന്? നീ പറയില്ലെങ്കിൽ ഞാൻ നിന്നെ ഇപ്പോൾ കിസ് ചെയ്യാൻ പോവാം. അത് കേട്ടതും അവൾ ഞെട്ടിക്കൊണ്ട് അവനെ തിരിഞ്ഞു നോക്കി. അവൻ വശ്യമായി ചിരിച്ചതും അവൾ അവനിൽ നിന്നും കുതറി മാറാൻ നോക്കി. എന്നെ വിട്, അവൾ കെഞ്ചുന്നത് പോലെ പറഞ്ഞതും ഷാൻ ഒന്നുകൂടി അവളിലുള്ള പിടിമുറക്കി. അവൻ്റെ മുഖം തന്നിലേക്ക് അടുക്കുന്നത് കണ്ടതും അവൾ ചലിക്കാനാവാതെ നിന്നു. താനും ഒരിക്കൽ കൊതിച്ചതാണ് അവൻ്റെ സാമീപ്യം, അവൻ്റെ ചുംബനം എല്ലാം. അവൻ്റെ ചുണ്ടുകൾ അവളുടെ അധരങ്ങളിലേക്ക് പതിഞ്ഞതും മമ്മ എന്ന വിളി കേട്ടതും ഷാൻ ഞെട്ടിക്കൊണ്ട് അവളിൽ നിന്ന് വിട്ടുനിന്നു. അവൾ നെറ്റിത്തടപ്പിൽ പൊടിഞ്ഞു തുടങ്ങിയ വിയർപ്പ് തുള്ളികൾ തുടച്ചുകൊണ്ട് അവനെ ദേഷ്യത്തോടെ നോക്കി. അവനൊന്നും മിണ്ടാതെ പോയതും ദിയ ആ നിൽപ്പ് തന്നെയായിരുന്നു. എന്തു പറ്റി മമ്മ? ഒന്നുമില്ല, മോൻ വാ. ഒരിക്കലും ഇങ്ങനെയൊന്നും അവനിൽ നിന്ന് പ്രതീക്ഷിച്ചതല്ല. അവൾക്ക് ഓർക്കും തോറും അവനോട് ദേഷ്യമായിരുന്നു. അവൻ്റെ മുന്നിൽ ചെന്നുപെടാതെ അവൾ ഒഴിഞ്ഞു മാറി നടന്നു. ഫുഡ് എടുത്തു വെച്ചതും അവൾ കിച്ചണിലോട്ട് തന്നെ ചെന്നു. ദിയ, മോളെന്താ അവിടെ തന്നെ നിന്നത്? ഇവിടെ ഇരിക്കാം, ഞാൻ പിന്നെ കഴിച്ചോളാം ഉമ്മ. അവൾ അത്രയും പറഞ്ഞ് ഷാനുവിനെ ഒന്ന് നോക്കി. ഞാൻ എന്തേ കാണിച്ചത്? ഒരുപക്ഷെ അവൻ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ അവളെ കിസ് ചെയ്യുമായിരുന്നു. ആ സമയം മനസ്സ് കൈവിട്ടുപോയി. സോറി. അവൾ ഹനുവിൻ്റെ മുറിയിലേക്ക് പോകുമ്പോൾ ഷാൻ അവൾക്കരിയിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞതും അവൾ മൗനമായി നിന്നു. ഷാൻ ചോദിച്ചില്ലേ സമീൻ സാർ എൻ്റെ ആരാണെന്ന്? ഒരു പെണ്ണിൻ്റെ മാനവും ജീവനും രക്ഷിച്ച ആൾ അവൾക്കെന്നും ദൈവത്തിന് തുല്യമായി കാണാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹം എനിക്ക് ദൈവമാണ്. അല്ലെങ്കിൽ ഞാൻ ഇന്ന് ആരെങ്കിലും പിച്ചിച്ചേന്തി എവിടെയെങ്കിലും. അവൾ പറയുന്നത് മുഴുവൻ വേദനയോടെ അവന് കേട്ടു നിൽക്കാൻ മാത്രമേ ആയുള്ളൂ. ഒഴുകി വന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൾ പോയതും ഷാൻ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ നിന്നു. പുറമേ ചിരിച്ചുകൊണ്ട് അവൻ ദിവസങ്ങൾ തള്ളി നീക്കി. അവരുടെ ഇടയിൽ എന്നും മൗനമായിരുന്നു. നീ ആവശ്യപ്പെട്ടതുപോലെ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഹനുവിൻ്റെ വിവാഹം കഴിയുന്നതിൻ്റെ പിറ്റേ ദിവസം മോർണിംഗ് ആണ് ഫ്ലൈറ്റ്. മനു പറഞ്ഞതും ഷാൻ ഒന്ന് മൂളി. അതെല്ലാം കേട്ടുകൊണ്ട് ദിയ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും പറയാം ഷാൻ, ഒന്നുകൂടി ആലോചിച്ചിട്ട്. ഇനി ആലോചിക്കാൻ ഒന്നുമില്ല മനു. ഇത്രയും കാലം പ്രതീക്ഷയോടെ കാത്തിരുന്നത് ദിയയ്ക്ക് വേണ്ടിയാ. അവളെ സംരക്ഷിക്കാൻ പോലും ആവാത്ത ഞാൻ എങ്ങനെയാ ഇത് അവളോട് തുറന്നു പറയുന്നത്? അവളെങ്കിലും ഹാപ്പിയായി ജീവിക്കട്ടെ. ഇപ്പോൾ എനിക്ക് ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ദിയയോട് ഞാനൊന്ന് സംസാരിച്ചല്ലോ. വേണ്ട മനു, ഞാനായിട്ട് അവൾക്ക് കിട്ടാനുള്ള നല്ലൊരു ജീവിതം നശിപ്പിച്ചു. എന്നിലുള്ള വിശ്വാസം പോലും അവൾക്ക് നഷ്ടപ്പെട്ടു. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അവൻ കണ്ണീരോടെ പറയുന്നത് കേട്ടതും ദിയ വിഷമത്തോടെ നിന്നു. ഹനു അവളെ വിളിച്ചുകൊണ്ട് പോയതും അവൾ ഷാനുവിനെ തന്നെ തിരിഞ്ഞു നോക്കുകയായിരുന്നു. നാളെ ഒരു ദിവസം കൂടി, അത് കഴിഞ്ഞാൽ ഈ നാടും വീടും കുറേ ഓർമ്മകളും ഉപേക്ഷിച്ചു പോകണം. ഹനുവിൻ്റെ കയ്യിൽ മെഹന്തി ഇട്ട് കൊടുക്കുന്ന ദിയയൊന്ന് നോക്കി അവൻ മുറിയിലേക്ക് നടന്നു. കാക്കു. ഉറക്കം വരാതെ ബാൽക്കണിയിൽ നിൽക്കുമ്പോഴാണ് ഹനുവിൻ്റെ വിളി കേട്ടത്. കാക്കു, ഈ നാടും വീടും വിട്ടു പോവാ അല്ലേ? അതിനെന്താ, നിങ്ങളെയൊക്കെ കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വരില്ലേ? അതെന്നെ സമാധാനിപ്പിക്കാൻ പറയുന്നതല്ലേ? അതിന് ഷാനൊന്ന് ചിരിച്ചു. കാക്കുവിന് ഭാവി ഇപ്പോഴും ഇഷ്ടമാണോ? ഇപ്പോഴെന്നല്ല, എപ്പോഴും അവൾക്ക് എൻ്റെ മനസ്സിൽ സ്ഥാനമുള്ളൂ. അത് തിരിച്ചറിയാൻ അവൾ എൻ്റെ കൺമുന്നിൽ നിന്ന് മറയേണ്ടി വന്നു. നമ്മളെ മനസ്സിൽ അവർക്കുള്ള സ്ഥാനം തിരിച്ചറിയുന്നത് അവർ നമ്മളിൽ നിന്ന് അകലുമ്പോഴാണ്. കാക്കു പറഞ്ഞതുപോലെ ബാബിയുടെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. ഉപ്പ ചോദിച്ച പോലെ നാളെ കാക്കുവിന് ബാബിയെ നിക്കാഹ് ചെയ്തൂടെ? അന്ന് എനിക്ക് ഇഷ്ടമല്ലാതെയാണ് ഞങ്ങളുടെ നിക്കാഹ് നടന്നത്. ഇപ്പം അവൾക്ക് എന്നോടും പിണക്കമൊന്നുമില്ല. അപ്പോൾ പിന്നെ എന്തിനാ ഇങ്ങനൊരു ചടങ്ങ്? ഞാൻ പറഞ്ഞ ബാബി കേൾക്കും. ഞാൻ പറയട്ടെ ബാബിയോട് എൻ്റെ കാക്കുവിനെ വിട്ട് പോകരുതെന്ന്. അവളുടെ ലോകം അവരൊക്കെയാണ്. അവൾക്കതാണ് സന്തോഷമെങ്കിൽ അവൾ പോയിക്കോട്ടെ. ബാബി കരുതിയിരിക്കുന്നത് കാക്കുവിന് ബാബിയെ ഇപ്പോഴും ഇഷ്ടമല്ലെന്നാ. ബാബിയുടെ കല്യാണം കഴിഞ്ഞില്ല എന്ന് കേട്ടപ്പോൾ ഉപ്പച്ചി ചോദിച്ചതാ ബാബിയോട് നിങ്ങളുടെ നിക്കാഹിനെ പറ്റി. അപ്പോൾ ബാബി പറഞ്ഞത് കാക്കുവിൻ്റെ ജീവിതത്തിൽ വീണ്ടും ചെന്ന് അദ്ദേഹത്തിൻ്റെ സന്തോഷം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നാ. അതിനർത്ഥം കാക്കുവിൻ്റെ ഇഷ്ടമൊന്നും ബാബി അറിയില്ലെന്നല്ലേ?
അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി പറഞ്ഞാലും അവൾ വിശ്വസിക്കാൻ പോണില്ല. പരസ്പരം ഇഷ്ടമുണ്ടായിട്ടും ഇങ്ങനെ അകന്ന് ജീവിക്കണോ കാക്കു? ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്? നിനക്കറിയില്ലേ അവളുടെ ജീവിതം ഒരിക്കൽ ഞാനായിട്ട് നശിപ്പിച്ചതാണെന്ന്? ആ ജീവിതം തിരികെ കൊടുക്കാനാ കാക്കുവിനോട് പറയുന്നത്. എൻ്റെ നിക്കാഹിന് മുന്നേ കാക്കു ഭാബിയെ ഇഷ്ടമാണെന്ന് പറയണം. ഞാൻ എന്തു പറഞ്ഞാലും ഒരുത്തി ഇട്ടിട്ട് പോയപ്പോൾ ആ സ്ഥാനത്ത് അവളെ ക്ഷണിക്കുന്നതായിട്ടേ അവൾക്ക് തോന്നൂ. നിങ്ങളെ അകറ്റി എവിടെയോ നിന്ന് സന്തോഷിക്കുന്ന അവളെ തോൽപ്പിക്കണ്ടേ കാക്കുവിന്? അത് ചെയ്യേണ്ടത് കാക്കു ഭാബിയോടൊപ്പം ജീവിച്ച് കാണിച്ചുകൊണ്ടാണ്. അത് കേട്ടതും ഷാൻ മൗനമായി നിന്നു. തീരുമാനിച്ച സമയത്ത് എൻ്റെ നിക്കാഹ് നടക്കണമെങ്കിൽ അതിനു മുന്നേ കാക്കു ഭാബിയെ നിക്കാഹ് ചെയ്യണം. ഭാബി ഒരിക്കലും ആരെയും സങ്കടപ്പെടുത്തില്ല, അതെനിക്ക് ഉറപ്പാണ്. പക്ഷെ അവൾ ആദ്യം കാക്കു ഭാബിയോടൊന്ന് സംസാരിക്കുക, ബാക്കി പിന്നെ നോക്കാം. ശരിയാണ്, അവളോടൊന്ന് തുറന്ന് സംസാരിക്കണം. ഹനുവിൻ്റെ തീരുമാനം പോലെ കാലത്ത് തന്നെ അവൾ ദിയയെയും കൊണ്ടിറങ്ങി. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ഷാൻ ഹനുവിനെ ഒന്ന് നോക്കിയതും അവൾ അവനെ ഒന്ന് നോക്കി ചിരിച്ചു. ഭാബി ഇവിടെ ഇരുന്നോ, ഞാനും മോനും ഇവിടെ ഇരുന്നോളാം. കാക്കുവിനെ ഡ്രൈവറാക്കണ്ടല്ലോ. ദിയെ ഷാനുവിൻ്റെ തൊട്ടടുത്തിരുത്തിക്കൊണ്ട് ഹനു പറഞ്ഞതും ദിയ ഷാനുവിനെ ഒന്ന് നോക്കി അവിടെ ഇരുന്നു. അവൻ ദിയെ നോക്കുമ്പോൾ എല്ലാം അവൾ പുറത്തു നോക്കി എന്തോ ചിന്തയിലിരിപ്പാണ്. മോനുവിന് ഐസ്ക്രീം വേണോ? ആ വേണം. എങ്കിൽ വാ, ആൻറ്റി വാങ്ങിത്തരാം. മാളിൽ ഓരോന്ന് സെലക്ട് ചെയ്ത് നടക്കുമ്പോഴാണ് ഹനു അവർക്ക് തനിച്ച് സംസാരിക്കാൻ അവസരം ഉണ്ടാക്കാൻ എന്ന പോലെ മോനോടായി പറഞ്ഞത്. ഇപ്പോഴെന്തിനാ പോകുന്നത്? നമുക്കിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പോയാൽ പോരെ? കാക്കുവിന് തിരക്കുണ്ടെന്നല്ലേ പറഞ്ഞത്? നിങ്ങളിനി എന്താണെന്ന് വെച്ചാൽ വാങ്ങ്, ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചു വരാം എന്നും പറഞ്ഞ് ഹനു മോനെയും കൊണ്ട് നടന്നു. ദിയ, അവൻ്റെ വിളിയിൽ അവൾ ഹനു പോയ ഭാഗത്തു നിന്നും നോട്ടം മാറ്റി അവനെ നോക്കി. എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. അവളുടെ ഇന്നത്തെ പെർഫോമൻസ് കണ്ടപ്പോഴേ മനസ്സിലായി. അവൾ അവസരം ഉണ്ടാക്കി തന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ പറയാനുള്ളത് എൻ്റെ കാര്യമാണ്. ഒരു പെണ്ണ് എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായപ്പോൾ ഞാനത് കണ്ണുടച്ച് വിശ്വസിച്ച് നിന്നെ എൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിയവനാണ്. ഇപ്പോൾ നിന്നെ ആഗ്രഹിക്കാനുള്ള യോഗ്യതയും എനിക്കില്ലെന്നറിയാം. പക്ഷേ ആഗ്രഹിച്ചു പോവാം അങ്ങോട്ടുള്ള ജീവിതത്തിൽ നീ കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന്. അതിനവൾ അവനെ നോക്കിയൊന്ന് ചിരിച്ചു. ഞാൻ ഒന്ന് ചോദിച്ചിട്ട് ഷാൻ, അവൾ ഷാനുവിനെ ഉപേക്ഷിച്ച് പോയില്ലായിരുന്നെങ്കിൽ ഷാൻ ഇപ്പോൾ എന്നെപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്യുമായിരുന്നോ? അവളുടെ ചോദ്യത്തിന് മുന്നിൽ അവൻ ചെറുതായി ഒന്ന് പതറി. അറിയില്ല, പക്ഷെ അവൾ പോയത് നന്നായെന്നേ ആ നിമിഷം മുതൽ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അത് നിന്നെ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ്. എന്തെങ്കിലും ഒന്ന് നമ്മുടെ അടുത്ത് നിന്ന് നഷ്ടപ്പെട്ടാൽ പുതിയൊന്ന് സ്വീകരിക്കുന്നത് പോലെ അല്ലേ? അത് അവൻ വാക്കുകൾ കിട്ടാതെ പതറി. പ്രണയം എന്നും മനസ്സിലുണങ്ങാത്ത മുറിവായി അവശേഷിക്കും എന്നൊക്കെ കവികൾ പാടി കേട്ടിട്ടുണ്ട്. അതുപോലെ ഷാനുവിൻ്റെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന പ്രണയം അവളെ കണ്ടാൽ വീണ്ടും ഉണരുമെന്ന് എന്താ ഉറപ്പ്? അവൾ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ തയ്യാറായാൽ നിങ്ങൾ ആരെ ഉപേക്ഷിക്കും? പഴയ കാമുകിയെയോ പുതിയ ഭാര്യയെയോ? എന്നെ സ്നേഹിക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന ഒരാളുടെ കൂടെ വേണം ഇനിയുള്ള ജീവിതമെന്ന് ആഗ്രഹിച്ചു പോയി. അതിന് തന്നെ കൊണ്ട് പറ്റുമെന്നും. പക്ഷേ എനിക്കൊന്നും മനസ്സിലായി, ഒരിക്കലും തനിക്കതിനാവില്ലെന്ന്. ഒരിക്കൽ ചതിക്കപ്പെട്ടവളാണ് ഞാൻ. ആ ചതി വീണ്ടും എന്നോട് കാണിക്കില്ലെന്ന് എന്താ ഉറപ്പ്? അവൾ വീണ്ടും നിങ്ങളെ തേടി വന്നാൽ? നോ, നെവർ. അവളെപ്പറ്റി ചിന്തിക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ അത്യധികം ഒച്ചയിട്ട് ദേഷ്യത്തോടെ പറഞ്ഞതും ദിയ അവരെ ശ്രദ്ധിക്കുന്നവരിൽ ഒന്ന് കണ്ണോടിച്ചു. നമ്മൾ വീണ്ടും ഒന്നിക്കണമെന്ന് എൻ്റെ ഉമ്മയും ഉപ്പയും പെങ്ങളും ആഗ്രഹിച്ചു പോയി. നിന്നോടുള്ളപ്പോൾ ഒരു ജീവിതം ഞാനും. നിനക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട. എൻ്റെ മനസ്സിനെ വീണ്ടും കീറി മുറിക്കരുത്. എനിക്ക് ഷാനുവിനെ വേദനിപ്പിക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല. ഷാൻ എന്നും ഹാപ്പിയായി ജീവിക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം. നമ്മൾ ഒരുമിച്ചുള്ള ജീവിതത്തെപ്പറ്റി അല്ലാതെ ഷാനുവിന് എന്നോട് എന്തും ആവശ്യപ്പെടാം. അത് ഞാൻ നിറവേറ്റിത്തരാം. അവളുടെ വാക്കുകളിൽ ഷാനൊന്ന് ശാന്തനായി. ഹനുവിൻ്റെ നിക്കാഹ് കഴിഞ്ഞാൽ നീ ഇവിടുന്ന് പോവും, അതുപോലെ ഞാനും. പിന്നെ നമ്മൾ തമ്മിൽ ഒരിക്കലും കാണില്ല. അതുവരെയുള്ള 2 ദിവസം ഞാനായിട്ട് വേദനിപ്പിച്ചവർക്ക് ഇത്തിരിയെങ്കിലും സന്തോഷം കൊടുക്കാൻ നീ എൻ്റെ കൂടെ ഉണ്ടാവണം. എങ്ങനെ? അത് എൻ്റെ നിക്കാഹ് നടക്കാതെ ഹനു നിക്കാഹിന് സമ്മതിക്കില്ല. അതുകൊണ്ട് അവരുടെ മുന്നിൽ നമ്മുടെ നിക്കാഹ് നടക്കണം. പിറ്റേ നമുക്ക് ഒരുമിച്ചിറക്കാം. നിനക്ക് നിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി. വീണ്ടും അവരെ ചതിക്കണമെന്നല്ലേ?
അവർക്ക് ഞാനായിട്ടൊരു സന്തോഷം പോലും കൊടുത്തിട്ടില്ല. ഞാനെങ്കിലും നന്നായി ജീവിക്കുന്നുവെന്ന് കരുതി അവർ സന്തോഷിക്കട്ടെ. എനിക്കിപ്പോൾ അവർക്ക് വേണ്ടി അതുമാത്രമേ ചെയ്യാൻ പറ്റൂ. ഷാൻ വിഷമത്തോടെ പറഞ്ഞു. ഷാനുവിൻ്റെ സന്തോഷം അതാണെങ്കിൽ ഞാൻ കൂടെ ഉണ്ടാവും. ദിയുടെ മറുപടി കേട്ടതും ഷാൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഡി, അവനെ ഐസ്ക്രീം തിരിച്ചത് മതി, വാ പോവാം. അത് കേട്ടതും ഹനു ഒരു വളിച്ച ചിരിയോടെ ദിയെ നോക്കി. നിങ്ങളുടെ കാര്യം എന്തായി? അതൊക്കെ സെറ്റായി. ഞാൻ പറഞ്ഞില്ലേ ബാബിക്ക് കാക്കുവിനെ മനസ്സിലാവുമെന്ന്. ഇപ്പം എന്തായി? ഹനു സന്തോഷത്തോടെ പറയുന്നത് കേട്ടതും ഷാൻ ദിയെ ഒന്ന് നോക്കി. അവളും പുറമെ അവനെ ഒന്ന് നോക്കി ചിരിച്ചു. എന്നെ മനസ്സിലാക്കാൻ ഈ ജന്മം അവൾക്ക് കഴിയില്ലെന്ന ചിന്തയോടെ അവൻ നടന്നു നീങ്ങി.